കേരളത്തിൽ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പു നൽകാൻ കഴിയാത്ത ഒരു മേഖലയാണ് ഐടി രംഗം. ലക്ഷക്കണക്കിന് യുവതിയുവാക്കൾ തൊഴിലെടുക്കുന്ന ഇവിടം വിദേശ കമ്പനികളുടെ ഇഷ്ടതാവളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ എന്ത് സുരക്ഷിതത്വമാണ് ഇക്കൂട്ടർ ഉപഭോക്താക്കൾക്കും ജീവനക്കാർക്കും നൽകുന്നത്? അതിലേക്കാണ് നേർക്കണ്ണിന്റെ ഇന്നത്തെ അന്വേഷണം. ലക്ഷോപലക്ഷം പേർ തൊഴിലെടുക്കുന്ന ഐ.ടി. മേഖലയിൽ കാര്യങ്ങളിപ്പോഴും ശുഭകരമല്ല. കൂട്ടപ്പിരിച്ചുവിടൽ ഭീഷണിയിലായിരുന്ന ആ രംഗത്തെ തൊഴിലെടുപ്പുകാർ ഇന്നും ആശങ്കയിൽ തന്നെയാണ്. അതേസമയം കേരളത്തിൽ പലപ്പോഴും അതിന്റെ തീവ്രത ഏറി വന്നിട്ടില്ലെന്ന് മാത്രം. വിവരസാങ്കേതിക വിദ്യയ്ക്ക് ഏറെ വളക്കൂറുള്ള മണ്ണായ കേരളത്തിൽ വിദേശ കമ്പനികളുടെ അതിപ്രസരം കൂടി വരികയാണ്. എന്നാൽ ഇത്തരത്തിൽ കടന്നുവരുന്ന കമ്പനികൾ തന്റെ ജീവനക്കാർക്ക് മതിയായ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പു നൽകാറുണ്ടോ? ശരിക്കും ഐ ടി രംഗത്ത് മറ്റ് രംഗങ്ങളെപ്പോലെ തന്നെ സുരക്ഷിതം ഉണ്ടോന്നോ ഇല്ലോ എന്ന് പറയാം. കാരണം വളരെ ക്ലിയറായിട്ട് സർക്കാരല്ലാതെ വേറെ എങ്ങും ഒരു ജോബ് സെക്യൂരിറ്റി എന്ന് പറയാൻ നോക്കില്ല. പക്ഷെ അതേ സമയത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എവിടെയാണെങ്കിലും ജോലി കിട്ടും. ഒരു ജോലി പോയാൽ വേറൊരു ജോലി കിട്ടും. വിവിധ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇവരുടെ പ്രവർത്തനങ്ങളിൽ കൃത്യമായ മേൽനോട്ടം വഹിക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നുണ്ടോ? സംസ്ഥാനത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഐ.ടി. വ്യവസായങ്ങളിൽ സമൂഹവഞ്ചനയുടെ തോത് എത്രത്തോളമാണ്? അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യകൾ മനുഷ്യനെ തന്നെ ചൂഷണം ചെയ്യുന്ന ഇക്കാലത്ത് ഇവയെ കൃത്യമായി നിരീക്ഷിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നുണ്ടോ? തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ 1.5 വർഷം മുമ്പ് പ്രവർത്തനം തുടങ്ങിയ WB21 എന്ന കമ്പനിയിൽ നിന്ന് കഴിഞ്ഞ ഒരു മാസത്തിനിടെ പുറത്താക്കിയത് 30ഓളം പേരെയാണ്. പുറത്താക്കുന്നതിന് മുമ്പ് പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ പോലും ലംഘിച്ചുകൊണ്ടായിരുന്നു കമ്പനിയുടെ നടപടി. അസാധാരണമായ പുറത്താക്കൽ നടപടി ഞെട്ടലോടെയാണ് ഓരോരുത്തരും തിരിച്ചറിഞ്ഞത്. എൻ്റെ ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ രാവിലെ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. രാത്രി കയറിയിട്ട് ഏർലി മോർണിംഗ് 7 മണിക്ക് ഇറങ്ങുന്ന ഡ്യൂട്ടി ആയിരുന്നു. ഈ 7 മണിക്ക് ഇറങ്ങി വീട്ടിൽ ചെന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ HR വിളിച്ചിട്ട് ഒന്ന് അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ എൻ്റെ പൊസിഷൻ കാരണം എനിക്ക് അവർ വിളിക്കുമ്പം എന്തെങ്കിലും അർജൻസി ആണെങ്കിൽ ചെല്ലേണ്ടി വരും. ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലാണ് ഞാൻ അപ്പം തന്നെ എണീറ്റ് പോയതും. കയ്യോടെ എനിക്ക് ടെർമിനേഷൻ ലെറ്റർ ടെർമിനേറ്റ് ആവുകയാണ് എന്ന് വെർബലി പറഞ്ഞിട്ട് റീസൺ എന്താണെന്ന് ചോദിച്ചപ്പം ലീവ് എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു റീസണാണ്. വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്ന് ഒരു തൊഴിലിടം തിരഞ്ഞുപിടിച്ചവരാണ് അധികവും. ജോലി സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേർന്ന് അതിലൂടെ തന്റെ ജീവിതം കരുപ്പിടിപ്പിക്കുകയാണ് അസാധാരണമായ ആ ദിവസം ഇവരിലേക്ക് എത്തിയത്. നാളെ മുതൽ നിങ്ങളുടെ സേവനം ആവശ്യമില്ലെന്നുള്ള ധാർഷ്ട്യം നിറഞ്ഞ വാക്കുകളാണ് ഓരോരുത്തരും ഏറ്റുവാങ്ങിയത്. സെപ്റ്റംബറിൽ നമ്മൾ ടെർമിനേറ്റ് ചെയ്തത് ഒരു സുപ്രഭാതത്തിൽ ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻ ഒന്നും തരാതെ ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് തന്നെയാണ് നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നത്. രാജി എഴുതി നൽകിയാൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എങ്കിലും കിട്ടും, മറിച്ചായാൽ അതുമില്ല. പകുതിയോളം പേരും നിർബന്ധിത രാജി എഴുതി നൽകി. അന്ന് വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. കാരണം ആരും ഒന്നും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് ഇത്രയും ഒരു ദിവസത്തിൽ വാർണിംഗ് ലെറ്റർ, സെക്കൻഡ് വാർണിംഗ് ലെറ്റർ, പിന്നെ നമുക്ക് ഫൈനൽ. അത് ഏതൊരു കമ്പനിയിലും അങ്ങനെയാണ്. പക്ഷേ ഇത് രാവിലെ വാർണിംഗ് ലെറ്റർ കൊടുത്ത് വൈകുന്നേരം തന്നെ ടെർമിനേഷൻ റെസിഗ്നേഷൻ ഫോഴ്സ്ഫുള്ളി സൈൻ ചെയ്തു. ഈ എംപ്ലോയീസിനെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി. അത് ലേഡീസ് ഒരുപാടുണ്ടായിരുന്നു. അവരൊക്കെ കരഞ്ഞുകൊണ്ടാണ് പോയത്. ഞങ്ങൾ ഹെൽപ്ലെസ് ആയിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. എന്നാൽ നിയമപരമായ അവകാശം നേടിയെടുക്കാൻ ഒരു കൂട്ടം യുവതിയുവാക്കൾ ലേബർ കമ്മീഷനിൽ പരാതി നൽകി. തടഞ്ഞുവച്ചിരിക്കുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് വ്യക്തിഗത പരാതി ഉൾപ്പെടെ 17 പേരാണ് ലേബർ കമ്മീഷനെ സമീപിച്ചത്. നമ്മൾ ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടും ഓൾമോസ്റ്റ് ഒരു 17 പേര് പരാതിയായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഫസ്റ്റ് നമ്മൾ കഴക്കൂട്ടം ലേബർ ഓഫീസർ ആയിട്ടാണ് പുള്ളിക്കാരൻ്റെ മാക്സിമം നമ്മളെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ കമ്പനിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ആരും വരികയോ ഡേറ്റാസ് പുള്ളിക്കാരൻ ചോദിച്ച ഡേറ്റാസ് കൊടുക്കുകയോ അങ്ങനെയൊന്നുമില്ലായിരുന്നു. പുള്ളിക്കാരൻ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് പോലും അത് എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ
ഉള്ളൊരു ഇതിലായിരുന്നു. അവസാനം പുള്ളിക്കാരൻ്റെ ജൂറിസ്ഡിക്ഷൻ ആ ഒരു പരിധി ആയപ്പോൾ പുള്ളിക്കാരൻ അത് നമ്മുടെ PMG ലേബർ ഓഫീസറിൽ കൈമാറി. എന്നാൽ മാസമൊന്ന് കഴിഞ്ഞിട്ടും യാതൊരു നീക്കുപോക്കുമില്ല. ജോലി ചെയ്തിരുന്ന ഓഫീസ് കെട്ടിടത്തിൽ കടക്കാൻ പോലും അനുവദിക്കുന്നില്ലെന്നാണ് പരാതിക്കാർ പറയുന്നത്. നമ്മൾ ഈ ലേബർ കോർട്ടിൽ പോയെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ടെർമിനേഷൻ ആരും വാങ്ങിച്ചിട്ടില്ല, നമ്മൾ ആരും ബൈ ഹാൻഡ് ആരും മേടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളവിടെ ലേബർ കോർട്ടിൽ പോയി എന്നറിഞ്ഞപ്പോൾ ഇവർ 2-3 എക്സ് മിലിറ്ററി ബൗൺസേഴ്സിനെ വെച്ച് ഫോഴ്സ്ഫുള്ളി നമ്മുടെ ID കാർഡ് ഈ ലേബർ കോർട്ടിൽ കൊടുത്ത അന്ന്, കംപ്ലൈൻറ്റ് കൊടുത്ത അന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ എക്സ് മിലിറ്ററി സ്റ്റാഫുകൾ ടെക്നോ പാർക്ക് ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്, എവിടെ നിന്ന് ഇറങ്ങി പോകുന്നവരെന്ന് ഈ ID കാർഡും മറ്റും ഫോഴ്സ്ഫുള്ളി മേടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു തരത്തിലും നമുക്ക് ഒരു സപ്പോർട്ടോ ഒന്നും നമുക്ക് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നോ ആരും നമുക്ക് തന്നിട്ടില്ല. ഏതൊരു കമ്പനിയിൽ ജോലിക്ക് കയറുമ്പോഴും നമ്മളൊരു കല്യാണം വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടേ നമ്മൾ ആ കല്യാണമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അതുപോലെയാണ് ഒരു ജോലിയുടെ കാര്യം. ഏത് കമ്പനി, നമ്മുടെ കമ്പനിയെ പറ്റി അന്വേഷിക്കണം. വെൽ റിനൗണ്ട് ആയിട്ടുള്ളൊരു കമ്പനി ആണെങ്കിൽ നമുക്ക് അവിടുത്തെ എംപ്ലോയീസിൻ്റെ അടുത്ത് ചോദിച്ചും ബാക്കി കാര്യങ്ങൾ നമുക്ക് കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാൻ പറ്റും. കമ്പനി നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടോ, ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഈ WB21 എന്ന് പറയുന്ന ഒരു ഫേം ടെക്നോ പാർക്കിൽ രജിസ്റ്റേർഡ് അല്ലായിരുന്നു. അവർ ഞങ്ങളെ കൺവിൻസ് ചെയ്തു ആക്ച്വലി അത് നോക്കണ്ട, അതൊക്കെ ഇതിന് മുമ്പുള്ളതാണ്, ഇപ്പോൾ കറൻ്റ്ലി അതെല്ലാം മാറിയിട്ടുണ്ട്, അതൊന്നും നിങ്ങളത് വലിയ ഇഷ്യൂ ആക്കണ്ട. അപ്പോൾ ഞങ്ങളും വിചാരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, അപ്പം എല്ലാ ഇതിലും നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ലാതെ ഞങ്ങൾക്കും തോന്നി. പിന്നെ ജോലിയും അത്യാവശ്യമുള്ള സമയമായിരുന്നു. അപ്പോൾ നോർമലി ഓൺ ഐദർ സൈഡ്, അതായത് ഒരു വ്യക്തി കമ്പനി വിട്ട് വേറൊരു കമ്പനിയിൽ പോകുമ്പോൾ അയാൾ 1 മാസത്തെ നോട്ടീസ് കൊടുക്കണം. ഒരു കമ്പനി ആളിനെ പറഞ്ഞു വിടാൻ 1 മാസത്തെ നോട്ടീസ് കൊടുക്കണം. ചില കമ്പനികളിൽ 2 മാസമാണ്, ചില കമ്പനികളിൽ 3 മാസമാണ്. ഒരു കമ്പനിയിൽ ജോലിക്ക് കയറുമ്പോൾ ആ കമ്പനിയുടെ കണ്ടീഷൻ, നമുക്ക് ആ കണ്ടീഷൻസ് അക്സെപ്റ്റബിൾ ആയി നമ്മൾ ജോയിൻ ചെയ്യേണ്ട, ആരോ നിർബന്ധിപ്പിച്ച് ജോയിൻ ചെയ്യുന്നില്ലല്ലോ. 3 മാസം നോട്ടീസോടുകൂടി കമ്പനിക്ക് നമ്മളെ പറഞ്ഞു വിടാം, അല്ലെങ്കിൽ 3 മാസം നോട്ടീസോടുകൂടി നമുക്ക് ആ ജോലിയിൽ നിന്നും രാജിവെച്ച് പോകാം എന്നുണ്ടെങ്കിൽ അത് മ്യൂച്വലി ഓക്കെയാണ്. IT മേഖലയിൽ പിരിച്ചുവിടൽ സ്വാഭാവികമെന്നൊക്കെ പറയാമെങ്കിലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത്തരമൊരു സാഹചര്യം എങ്ങനെയുണ്ടായി? അതിലേക്കായിരുന്നു നേർക്കണ്ണിന്റെ പിന്നീടുള്ള അന്വേഷണം. പുറത്താക്കിയ ജീവനക്കാരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര പണമിടപാടുകളാണ് WB21 എന്ന കമ്പനിയുടേത്. വിദേശ രാജ്യങ്ങളിലെ ബിസിനസ് സംരംഭകർ WB21 അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുകയും ഈ ശൃംഖല വഴി ഏത് രാജ്യത്തു നിന്നും നിക്ഷേപകർക്ക് പണം പിൻവലിക്കാൻ സംവിധാനമൊരുക്കുകയുമാണ് കമ്പനിയുടെ ലക്ഷ്യം. മൈക്കിൾ ഗ്യാസ്റ്റർ എന്ന വ്യക്തി സ്ഥാപിച്ച WB21 എന്ന കമ്പനിക്ക് ഇന്ത്യയിലുള്ള ഏക ശാഖയാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിലേത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ വയർ ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിന് നമ്മൾ Paytm പോലെ തന്നെ ഒരു ഓൺലൈൻ വാലറ്റ് യൂസ് ചെയ്ത് ഇപ്പം ഞാനോ ഏതെങ്കിലും ക്ലയൻസോ നമുക്ക് ഫേസ്ബുക്ക് പോലെ തന്നെ കയറി നമ്മളെ KYC ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്തൊരു അക്കൗണ്ട് തുടങ്ങാം. ഇതിവർ ഒരു ബാങ്ക് എന്നുള്ള രീതിയിലാണ് ഇതിവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ ഏത് രാജ്യത്താണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് അവരൊരു ബാങ്ക് അക്കൗണ്ട് തരും. അതിലോട്ട് നമുക്ക് ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യാം. ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ സെയിം ഫണ്ടിൻ്റെ ഓൺലൈൻ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും, നമ്മൾ ഓൺലൈൻ അക്കൗണ്ടിലോട്ട് വരും. ഇത് വെച്ച് നമുക്ക് നമ്മളെ വേറെ ബെനിഫിഷ്യറി അക്കൗണ്ട്സിലോട്ട് ഏത് രാജ്യത്താണെങ്കിലും നമുക്ക് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റും. ഇതിലിവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു 5 to 6 ഡേയ്സിൻ്റെ അകത്ത് 4 to 5 ഡേയ്സിൻ്റെ അകത്ത് നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബെനിഫിഷ്യറി അക്കൗണ്ടിലെത്തും എന്നുള്ള ഒരു ഫാൾസ് പ്രോമിസിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഇന്ത്യൻ മണി, കോടിക്കണക്കിന്, അതായത് ലൈക്ക് 10s and 20s of millions of dollars അത് കസ്റ്റമേഴ്സിൻ്റെ നിന്ന് ക്ലയൻസിൻ്റെ നിന്ന് മേടിച്ച് വെച്ചിട്ട് അവർ ട്രാൻസാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോലും 60 ദിവസവും 6 മാസമൊക്കെ ആയ കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടെ ഫണ്ട് കിട്ടാത്ത. അത് നമ്മുടെ എൻ്റെ നിന്ന് എക്സിക്യൂട്ട് ആയിട്ടില്ല. 2017 ജൂണിൽ കമ്പനി ആരംഭിക്കുമ്പോൾ തലപ്പത്തുണ്ടായിരുന്ന യുവ മലയാളി സംരംഭകനെ ഒരു ഘട്ടം എത്തിയപ്പോൾ ഭീഷണിപ്പെടുത്തിയും ബലപ്രയോഗത്തിന് മുതിർന്നും പുറത്താക്കുകയായിരുന്നു. ഇത് ശരിവയ്ക്കുന്നതാണ് കമ്പനിയിൽ നിന്ന് തുടർന്ന് പുറത്താക്കപ്പെട്ട ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ.
ഞാൻ കയറിയതിന് ശേഷമാണ് പിന്നെ അറിയുന്നത് ഇവർ ക്രിപ്റ്റോ കറൻസി, അതായത് ബിറ്റ് കോയിൻസ് വെച്ച് ഡീൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അത് ഇന്ത്യയിൽ ബൈ ലോ ഇല്ലീഗലാണ്. പക്ഷെ പുറം നാടുകളിൽ ഇതായതുകൊണ്ട്, പക്ഷെ നമ്മുടെ ഓപ്പറേഷൻസ് ഒന്നും ഇന്ത്യയെ ബേസ് ചെയ്തിട്ടല്ലാത്തതുകൊണ്ടും ഈ കാര്യങ്ങളൊന്നും ഇവിടുത്തെ ആൾക്കാർ ഇത് അറിയാത്തതുകൊണ്ടും അതോറിറ്റീസ് അറിയാത്തതുകൊണ്ടും ഇത് സ്മൂത്തായിട്ട് റൺ ചെയ്ത് പോകുന്നു. കൂടുതലും സൗത്ത് അമേരിക്കൻ കസ്റ്റമേഴ്സാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ പല കസ്റ്റമേഴ്സും ഇതേപോലെ നമ്മുടെ ഇന്ത്യൻ മണിയിലാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് നമ്മുടെ നമ്മൾ പറഞ്ഞ ഈ CEO ഫൗണ്ടർ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മാസത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും $100 million ഫണ്ട് പുള്ളിയുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഫണ്ട് ഒന്നും റിലീസായി പോയിട്ടില്ല. ഈ കസ്റ്റമേഴ്സ് നമ്മളിങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമുക്കറിയാൻ പറ്റുന്നത് എത്ര രൂപയായിരിക്കും, ഏത് ഫണ്ടായിരിക്കും. അപ്പോൾ കസ്റ്റമേഴ്സ് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഫണ്ട് എന്തായെന്ന്. WB21 എന്ന കമ്പനിയുടെ ഉടമയായ മൈക്കിൾ ഗ്യാസ്റ്ററെ കുറിച്ചുള്ള അന്വേഷണത്തിൽ പുറത്തു വന്നത് നിർണായക വിവരങ്ങളാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാളിപ്പോൾ. ഇതു സംബന്ധിച്ച കൂടുതൽ തെളിവുകളും ഞങ്ങൾക്ക് ലഭിച്ചു. അമേരിക്കൻ ജില്ലാ കോടതിയിൽ മൈക്കിൾ ഗ്യാസ്റ്ററിനെയും പങ്കാളി റോജർ ക്നോക്സിനെയും പ്രതിയാക്കി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ നൽകിയ കേസിന്റെ പകർപ്പാണ് ഈ കാണുന്നത്. 2015 മുതൽ നടത്തിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് കേസ്. മാത്രമല്ല, ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞങ്ങൾ ഇന്റർനെറ്റിൽ തന്നെ അന്വേഷണം നടത്തി. WB21 സ്ഥാപകൻ മൈക്കിളിനെതിരെയുള്ള കേസുകൾ സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ വിവിധ സൈറ്റുകളിൽ തന്നെ ലഭ്യമാണ്. വിവിധ വ്യക്തികളിൽ നിന്ന് ഭീമമായ തുക അക്കൗണ്ടിലേക്ക് സ്വീകരിച്ച് തിരികെ നൽകാതെ വൻതുക പലിശ ഇനത്തിൽ നേടിയെടുക്കുകയാണ് പതിവ്. മാസങ്ങൾ കഴിഞ്ഞാണ് പലപ്പോഴും നിക്ഷേപിച്ച പൈസ കസ്റ്റമറിന് തിരികെ ലഭിക്കുന്നത് പോലും. കൃത്യമായ ഉറവിടം കാണിക്കാതെയുള്ള ഇടപാടുകളായതിനാൽ മിക്കവരും പരാതിപ്പെടാറില്ല. സ്റ്റാർട്ടിങ് മുതലേ ഇവർക്ക് പേയ്മെൻറ്റ്സ് എല്ലാം ഇഷ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ വന്ന് കയറിയ സമയം തൊട്ട് തന്നെ ഇത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി അത് ഇഷ്യൂ ആയിരുന്നു. അങ്ങനെ നമുക്ക് മെൻ്റലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ വളരെ സ്പീഡായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിലോട്ട് ഇറങ്ങണം, ലൈവിൽ ഇറങ്ങണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ലൈവിൽ വെച്ചിട്ടാണ് ഫുൾ ഫേസ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ച് അതിൽ ഒരു എമൗണ്ട് ഉണ്ടാക്കി പിന്നെ ക്ലയൻസ് അങ്ങനെ അവരുടെ ഒരു നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു 2 to 3 yearsൻ്റെ അകത്ത് ആ കമ്പനി അങ്ങ് ഷട്ട് ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും സെല്ല് ചെയ്യും. ഇതൊരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി ആയിട്ട് തന്നെയാണ് ഞങ്ങൾക്കും തോന്നുന്നത്. ഫ്രോഡാണ് ഇവർ ഓൾറെഡി പുറത്ത് ഇവർ ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങളാണ് ഇത്. അതിൻ്റെ ഒരു പുതിയൊരു ഫോമിലായിട്ടാണ് അവർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. WB21 അക്കൗണ്ടിലേക്ക് എത്തുന്ന പണം മൈക്കിൾ തന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് പതിവ്. ഇതു സംബന്ധിച്ച സ്ഥിരീകരണം ഈ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പണം ലഭിച്ചാലുടൻ ഉപയോക്താവിന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത ആശയവിനിമയം അവസാനിപ്പിക്കും. ഇത്തരത്തിൽ കോടികളാണ് പലർക്കായി നഷ്ടപ്പെട്ടത്. ഇങ്ങനെ തട്ടിപ്പിനിരയായ അഹമ്മദാബാദ് സ്വദേശിയുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ 2.5 കോടിയോളം രൂപയാണ് അക്കൗണ്ടിൽ കുടുങ്ങിപ്പോയത്. മാനസികമായി തളർന്ന ഇദ്ദേഹം ഉണ്ടായ സംഭവം തുറന്നു പറയാൻ ഒടുവിൽ തയ്യാറാവുകയായിരുന്നു. Without any reason, they have freeze my account. They was not answering my messages and all. And for that, I have to visit their offices at Technopark, Kerala. So I visited them and asked about this, and then they informed me that this scenario is happened, and due to some lack of documentation and all things, they have blocked my money and all. But for that, they haven't informed me anytime. They haven't informed me. I read many reviews online, and in all those reviews are totally negative. Even I have also wrote a review on Trustpilot.com.
So after the posting the review, one of their representative called me and asked me to remove that review, and they told me that if I will not do that, they will permanently freeze my account and I would not be able to get my money back. So forcefully they threatened me to remove those reviews and all. Yeah. How much money they hold on you? $333 US dollar. Yeah. Okay. At 2.5 crore Indian rupees. Yeah. So I'll say to new customers, don't even try with the WB21 or this kind of companies, but never ever try with your hard-earned money with this kind of companies. ഇത് ചെറിയൊരു ഉദാഹരണം മാത്രം. ഇത്തരത്തിൽ നിരവധി കമ്പനികളാണ് IT മേഖലയിൽ വിവിധ ഇടങ്ങളിലായി പ്രവർത്തിച്ചു വരുന്നത്. സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് കാര്യമായ അന്വേഷണങ്ങൾ നടത്താൻ പോലും ആരും മെനക്കെടാറില്ല. സർക്കാർ അധീനതയിലുള്ള ഒരിടത്ത് ഇത്തരമൊരു സ്ഥാപനം എങ്ങനെയാണ് തുടർന്നു വരുന്നത്? WB21 ചരിത്രം മറച്ചുവച്ചാണ് ഇവിടെ തൊഴിൽദാതാക്കളെ കണ്ടെത്തി നിയമനം നടത്തിയത്. ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഇതിന്റെ ക്രിമിനൽ പശ്ചാത്തലമോ തട്ടിപ്പുകളോ ജീവനക്കാർക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. മലയാളി സംരംഭകനെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് കമ്പനി രൂപീകരിച്ചതിന് പിന്നിലെ കാരണവും അതുതന്നെ. സ്ഥാപനത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന തെളിവുകളൊന്നും കമ്പനിയുമായി ബന്ധപ്പെട്ടവർ പുറത്തുവിടാറില്ല. ഇന്റർനെറ്റിൽ പോലും അത് കണ്ടെത്തുക പ്രയാസമാണ്. ആഗോള വ്യാപകമായി സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന സംഘം നമ്മുടെ നാട്ടിൽ വേരുറപ്പിച്ചതുപോലും അറിഞ്ഞവർ ചുരുക്കമാണ്. ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ ഇവിടെ പ്രവർത്തിക്കാമെന്നാണോ ഇതിന്റെ ചുരുക്കം? അത് ശരിക്കും ടെക്നോ പാർക്ക് നോക്കേണ്ടതാണ്. ടെക്നോ പാർക്കിൽ നിന്ന് വരുന്ന കമ്പനികളുടെ ക്രെഡിബിലിറ്റി നോക്കും. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ കമ്പനികൾ പല വലിയ കമ്പനികൾ സഡനായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് തകരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ടെക്നോ പാർക്കിന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ ഒക്കില്ല. ചില കമ്പനികൾ വളരെ ചെറുതായിട്ട് തുടങ്ങി ഭയങ്കരമായിട്ട് വളർന്നു പോകും. വളരെ വലിയ കമ്പനികൾ വന്ന് അവർ ഓവർനൈറ്റ് അവർ കൊളാപ്സ് ചെയ്യും. ഇത് ഈ സെക്ടറിൽ വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതേ സമയത്ത് ടെക്നോ പാർക്ക് സ്ഥലം കൊടുക്കുന്നതിന് മുമ്പ് അവർ വെരിഫൈ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കമ്പനീസിന്റെ ക്രെഡിബിലിറ്റി മറ്റു കാര്യങ്ങൾ വെരിഫൈ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വിശ്വാസവഞ്ചനയ്ക്കിരയായത് ഒരു കൂട്ടം പേരാണ്. സ്ഥാപനത്തെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ചവരും സ്ഥാപനത്തിനായി പണിയെടുത്തവരും ഇന്ന് പുറത്താണ്. ഗുരുതരമായ കുറ്റകൃത്യം കണ്ടെത്തിയതോടെ മൈക്കിൾ ഗ്യാസ്റ്ററിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്നാണ് വിവരം. ജർമ്മൻ സ്വദേശിയായ മൈക്കിൾ സ്വിറ്റ്സർലൻഡിൽ ഒളിവിലെന്നും സൂചനയുണ്ട്. ഇതൊരു പാഠമാണ്. സുതാര്യമല്ലാത്ത ബാങ്കിംഗ് സംവിധാനങ്ങളിൽ പണം നിക്ഷേപിച്ച് കബളിപ്പിക്കപ്പെടുന്നവർക്കും വിശ്വാസ്യത മറന്ന് സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നവർക്കും. ഇനിയുള്ളത് തുടർ നടപടികളാണ്. ബന്ധപ്പെട്ട അധികാരികൾ അറിഞ്ഞു വരുമ്പോഴേക്കും കമ്പനി കടൽ കടന്നിരിക്കും. ഇവിടെ വഞ്ചിക്കപ്പെട്ടത് ഒരേ സമയം സ്ഥാപനത്തെ വിശ്വസിച്ച ഉപയോക്താക്കളും ജീവനക്കാരുമാണ്. ലേബർ കമ്മീഷനിൽ പരാതി നൽകി കാത്തിരിക്കുന്നവർക്ക് അർഹതപ്പെട്ട നീതി ഉറപ്പാക്കണം. സർക്കാർ അധീനതയിൽ എന്ത് തട്ടിപ്പും നടത്താമെന്ന സ്ഥിതിവിശേഷം മാറ്റപ്പെടണം. ഇത്രയധികം തെളിവുകൾ പുറത്തുവിട്ടിട്ടും നടപടി ഉണ്ടായില്ലെങ്കിൽ ഇരകൾ ഇനിയുമേറെയുണ്ടാകും. പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ, നേർക്കണ്ണ്, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9946108174. മറ്റൊരു നേർക്കാഴ്ചയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.